ശ്രീരാഗം കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പുരാണ കഥാമൃതത്തിൽ ചിതലുകളുടെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ വൈകുണ്ഠത്തിൽ വെച്ച് മഹാവിഷ്ണു ലക്ഷ്മി ദേവിയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരി ദേവിക്ക് അത്ര ഇഷ്ടമായില്ല. മഹാവിഷ്ണു തന്നെ പരിഹസിക്കുകയാണ് എന്ന് കരുതിയ ദേവി ദേഷ്യത്തോടെ മഹാവിഷ്ണുവിനോട് ചോദിച്ചു, അവിടുന്ന് ഇപ്പോൾ എന്തിനാണ് എന്നെ നോക്കി പരിഹസിച്ച് ചിരിച്ചത്? മഹാവിഷ്ണു അത്ഭുതം നടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ചിരിച്ചില്ലല്ലോ ദേവി. അവിടുന്ന് പിന്നെ ഇപ്പോൾ ചിരിച്ചതോ? വിശ്വസിക്കൂ ദേവി, ഞാൻ ചിരിച്ചില്ല. ദേവി സ്വപ്നം കണ്ടതായിരിക്കും, അല്ലെങ്കിൽ ചിരിച്ചതായി തോന്നിയതാവാം. ദേവി പറഞ്ഞു, ഇല്ല, അങ്ങ് കള്ളം പറയുകയാണ്. അവിടുത്തെ മനസ്സിൽ എന്നേക്കാൾ സുന്ദരിയായ ഒരു സ്ത്രീ അങ്ങയുടെ മനസ്സിലുണ്ട്. അവളെയും എന്നെയും താരതമ്യം ചെയ്തിട്ടാണ് അങ്ങ് ചിരിച്ചത്. മഹാവിഷ്ണു സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ചപലയാവല്ലേ ദേവി. സാധാരണ സ്ത്രീകളെ പോലെ പെരുമാറരുതേ. ശങ്കാവിഷം മറ്റേതൊരു വിഷത്തേക്കാൾ മാരകമാണ്. അത് മനസ്സിൽ വ്യാപിച്ചാൽ ചിന്തകൾക്കു മാത്രമല്ല, സ്വഭാവത്തിനും മാറ്റം വരും. ചിരിച്ചതായി ഞാൻ ഓർക്കുന്നില്ല. അഥവാ ചിരിച്ചാൽ തന്നെ അത് ദേവിയെ പരിഹസിച്ചിട്ടാവില്ല. മഹാവിഷ്ണു എന്തൊക്കെ പറഞ്ഞിട്ടും ലക്ഷ്മി ദേവി സമാധാനിക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ എരുതിയിൽ എണ്ണ ഒഴിച്ചതുപോലെയായി. തൽപ്പത്തിൽ നിന്ന് എഴുന്നേറ്റ് ക്രോധത്തോടെ ദേവി പറഞ്ഞു, എന്നെ നോക്കി പരിഹസിച്ച് ചിരിച്ചതിന് ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ അങ്ങ്. അങ്ങയുടെ ശിരസ് വൈകാതെ ശരീരത്തിൽ നിന്നും വേർപെട്ടു പോകട്ടെ എന്ന് ശപിച്ചു ദേവി. കണ്ണുകളിൽ കത്തുന്ന തീപ്പന്തവുമായി വൈകുണ്ഠത്തിൽ നിന്നും നടന്നു നീങ്ങി ദേവി. ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ പോയി. ശാപം കേട്ട മഹാവിഷ്ണു സ്തബ്ധനായിപ്പോയി. അദ്ദേഹം അസ്വസ്ഥനായി തൽപ്പത്തിലേക്ക് ചാഞ്ഞു. അസുരന്മാർ ഇങ്ങനെ ഒരു സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. തങ്ങളുടെ ആജന്മ ശത്രുവായ മഹാവിഷ്ണുവിനെ വധിക്കാൻ ഇനി ഒട്ടും പ്രയാസമില്ല എന്ന് അവർ കരുതി സന്തോഷിച്ചു. അസുരന്മാർ സംഘടിച്ചു. ആയുധങ്ങളുമേന്തി അവർ വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ വെല്ലുവിളിച്ചു. മഹാവിഷ്ണുവിന് ഒഴിഞ്ഞു മാറാനായില്ല. അവർ യുദ്ധം തുടങ്ങി. യുദ്ധം തുടങ്ങിയപ്പോൾ വിചാരിച്ചതുപോലെ അത്ര പെട്ടെന്ന് മഹാവിഷ്ണുവിനെ തോൽപ്പിക്കാനാവില്ല എന്ന് അസുരന്മാർ മനസ്സിലാക്കി. യുദ്ധം ഒരുപാട് നാൾ നീണ്ടു നിന്നു. ആരും തോൽക്കുന്നുമില്ല, ആരും ജയിക്കുന്നുമില്ല. ദിവസങ്ങൾ കഴിയും തോറും അസുരന്മാരുടെ ശക്തിയും ഉത്സാഹവും വർദ്ധിച്ചു വന്നു. ലക്ഷ്മി ദേവിയുടെ ശാപം ഫലിക്കുമെന്ന യുദ്ധക്കളത്തിൽ വിഷ്ണു കഴുത്തറ്റ് വീഴുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. യുദ്ധം നീണ്ടതോടെ മഹാവിഷ്ണുവിന്റെ മനസ്സ് അകാരണമായി അസ്വസ്ഥമായി. കൈകാലുകൾ കുഴയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ദേവിയുടെ ശാപം പിന്നാലെ തന്നെയുണ്ട് എന്ന് മഹാവിഷ്ണു അറിഞ്ഞു. കൂടുതലൊന്നും ആലോചിക്കാതെ യുദ്ധം നിർത്തി വിശ്രമിക്കാനായി മഹാവിഷ്ണു പോയി. വിഷ്ണു യുദ്ധത്തിൽ തോറ്റു എന്നു കരുതി അസുരന്മാർ ആഹ്ലാദത്തോടെ ആർത്തു വിളിച്ചു. അവർ വിജയം ആഘോഷിക്കുമ്പോൾ തളർച്ച അകറ്റാൻ വേണ്ടി മഹാവിഷ്ണു പത്മാസനത്തിലിരുന്ന് മയങ്ങുകയായിരുന്നു. കെട്ടഴിക്കാത്ത വില്ലിന്റെ ഒരു തല നിലത്തൂന്നി മറ്റേ തല താടിയിൽ അമർത്തി ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ദേവലോകത്ത് ഒരു യാഗം നടക്കുകയായിരുന്നു. മഹാവിഷ്ണു ഒഴികെയുള്ള മറ്റു ദേവന്മാരെല്ലാം യാഗസ്ഥലത്തെത്തി. മഹാവിഷ്ണുവിനെ കാണാത്തത് കൊണ്ട് ദേവന്മാർ പരിഭ്രാന്തരായി. ദേവകാര്യത്തിന് വേണ്ടിയുള്ള യാഗത്തിന്റെ നാഥൻ മഹാവിഷ്ണുവാണ്. പക്ഷേ അദ്ദേഹത്തിനെ കാണാനില്ല. അദ്ദേഹമില്ലാതെ യാഗം നടത്താൻ പറ്റില്ല. 3 ലോകങ്ങളിലും മഹാവിഷ്ണുവിനെ അവർ തിരഞ്ഞു. അവിടെ എങ്ങും കണ്ടില്ല. ഒടുവിൽ അവർ ബ്രഹ്മദേവന്റെ അടുത്ത് ചെന്ന് സങ്കടം പറഞ്ഞു. ജ്ഞാനദൃഷ്ടി കൊണ്ട് ബ്രഹ്മദേവൻ പത്മാസനത്തിൽ ഇരുന്ന് മയങ്ങുന്ന മഹാവിഷ്ണുവിന്റെ ഇരുന്ന സ്ഥലം കണ്ടുപിടിച്ചു. അദ്ദേഹം ദേവന്മാരെയും കൂട്ടി അങ്ങോട്ട് ചെന്നു. അപ്പോഴാണ് വിഷ്ണു മയങ്ങുകയല്ല, ഉറങ്ങുകയാണ് എന്ന് ബ്രഹ്മദേവന് മനസ്സിലായത്. പല പ്രാവശ്യം വിളിച്ചിട്ടും അദ്ദേഹം ഉണർന്നില്ല. ദേവന്മാർ നിരാശരായി. മഹാവിഷ്ണുവിനെ എങ്ങനെയാണ് ഉണർത്തേണ്ടത് എന്നറിയാതെ ബ്രഹ്മദേവനും വിഷമിച്ചു. ഒടുവിൽ അദ്ദേഹത്തിന് ഒരു ബുദ്ധി തോന്നി. കുറെ ചിതലുകളെ സൃഷ്ടിക്കുക. ചിതലുകൾ വില്ലിന്റെ അറ്റം കരണ്ട് തിന്നുമ്പോൾ ഞാണ് പൊട്ടും, വില്ല് അനങ്ങും. വില്ലിന്റെ അതിവേഗത്തിലുള്ള ചലനം കൊണ്ട് മഹാവിഷ്ണു ഉണരും. ബ്രഹ്മദേവൻ കണ്ടുപിടിച്ച ഈ സൂത്രം ദേവന്മാർക്കും ഇഷ്ടമായി.
ദേവന്മാർ എത്രയും പെട്ടെന്ന് ചിതലുകളെ സൃഷ്ടിക്കാൻ ബ്രഹ്മദേവനോട് അപേക്ഷിച്ചു. അങ്ങനെ ബ്രഹ്മദേവൻ ചിതലുകളെ സൃഷ്ടിച്ചു. അദ്ദേഹം ചിതലുകളോട് ചെയ്യേണ്ട കാര്യങ്ങൾ വിസ്തരിച്ചു പറഞ്ഞു. ചിതലുകൾ പറഞ്ഞു, സൃഷ്ടിയുടെ ദേവനായ അങ്ങ് ഞങ്ങളോട് പറയുന്നത് ഒരു ദുഷ്കർമ്മമാണ്. ഉറങ്ങുന്നവരെ ഉണർത്തുന്നത് അത് വലിയ തെറ്റാണ്. മാത്രമല്ല, ഭഗവാൻ ഉണർന്നാൽ ഞങ്ങളാണിത് ചെയ്തത് എന്നറിയും. ഞങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. അവിടുന്ന് ക്ഷമിക്കണം, ഞങ്ങൾ മഹാവിഷ്ണുവിനെ ഉണർത്തില്ല. ബ്രഹ്മദേവൻ പറഞ്ഞു, മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ ഒരിക്കലും പാപമാവില്ല. മഹാവിഷ്ണുവില്ലാതെ ദേവന്മാർക്ക് യാഗം നടത്താനാവില്ല. മഹാവിഷ്ണുവിനെ ഉണർത്തി ദേവന്മാരെ രക്ഷിക്കൂ. ചിതലുകൾ ചോദിച്ചു, വിഷ്ണു ഭഗവാൻ ഉണർന്നാൽ ദേവന്മാർക്ക് മാത്രമല്ലേ പ്രയോജനം? ഞങ്ങൾക്ക് എന്താണ് ലാഭം? ഭഗവാൻ ഞങ്ങൾക്ക് നൽകുന്ന ശാപമോ? ഒരു നിമിഷം ആലോചിച്ചിട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ അതിനെപ്പറ്റിയൊന്നും ആലോചിച്ചില്ല. ഒരു കാര്യം ചെയ്യാം, ഇനിയുള്ള യാഗങ്ങളുടെ ഫലത്തിന്റെ ഒരംശം നിങ്ങൾ കൂടി അനുഭവിച്ചോളൂ. എന്താ? ചിതലുകൾക്ക് സമ്മതമായി. ബ്രഹ്മദേവൻ ആവശ്യപ്പെട്ടതനുസരിച്ച് മഹാവിഷ്ണുവിന്റെ വില്ലിന്റെ അറ്റം കരളാൻ തുടങ്ങി. പക്ഷേ പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. വില്ലിന്റെ അഗ്രം മുറിഞ്ഞു. ഞാണ് പാത്തിയിൽ നിന്ന് വേർപെട്ടു. വില്ല് അതിവേഗം നിവർന്നു. ആ ശബ്ദം കേട്ട് ബ്രഹ്മാണ്ടമിളകി, സമുദ്രങ്ങൾ ഇളകി. വില്ലിന്റെ അറ്റം മഹാവിഷ്ണുവിന്റെ കഴുത്തിൽ ആഞ്ഞു വന്നു കുത്തി. അദ്ദേഹത്തിന്റെ ശിരസറ്റ് ആകാശത്തിലേക്കുയർന്നു. പിന്നീട് ശിരസ് സമുദ്രത്തിൽ വന്നു വീണു. തിരകൾ മേലോട്ടുയർന്നു. ശിരസ് കടൽ വിഴുങ്ങി. അങ്ങനെ ലക്ഷ്മി ദേവിയുടെ ശാപം ഫലിച്ചു. ലക്ഷ്മി ദേവിയെ കളിയാക്കി ചിരിച്ചത് കൊണ്ട് മാത്രമല്ല ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിനെ ശപിച്ചത്. അനുബന്ധമായ മറ്റൊരു കഥ കൂടി പറയാം. ദുഷ്ടനായ ഒരു അസുരനായിരുന്നു ഹയഗ്രീവൻ. ഹയഗ്രീവൻ തപസ് ചെയ്ത് ബ്രഹ്മദേവനെ തൃപ്തിപ്പെടുത്തി. ബ്രഹ്മാവ് ചോദിച്ചു, ഹയഗ്രീവ, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ഹയഗ്രീവൻ പറഞ്ഞു, കുതിരയുടെ തലയുള്ള ഒരാളിൽ നിന്നു മാത്രമേ എനിക്ക് മരണം സംഭവിക്കാവൂ. കുതിരയുടെ തലയുള്ള ഒരാൾ 14 ലോകങ്ങളിലും ജനിക്കാൻ പോണില്ല എന്ന വിശ്വാസത്തിലാണ് ഹയഗ്രീവൻ ആ വരം ചോദിച്ചത്. ഒട്ടും മടിക്കാതെ തന്നെ ബ്രഹ്മദേവൻ ആ വരം കൊടുത്തു. അവിടെ നിന്നും അപ്രത്യക്ഷനായി. താൻ ഒരു കാലത്തും മരിക്കില്ല എന്ന് അഹങ്കരിച്ച് മനുഷ്യരെയും ദേവന്മാരെയും മുനിമാരെയും ഹയഗ്രീവൻ ഉപദ്രവിച്ചു. ദേവന്മാർ ഭയന്ന് ബ്രഹ്മദേവനെ സമീപിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, കുതിരയുടെ തലയുള്ള ഒരാൾ തന്നെ വേണം ഹയഗ്രീവനെ വധിക്കാൻ. ദേവന്മാർ ചോദിച്ചു, കുതിരയുടെ തലയുമായി ആരാണ് പ്രഭോ വരുന്നത്? ബ്രഹ്മദേവൻ കൊടുത്ത വരം പാഴായിക്കൂടാ. ബ്രഹ്മദേവൻ പുഞ്ചിരിയോടെ പറഞ്ഞു, കാത്തിരുന്ന് കാണുക. ദേവന്മാർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഒരു കുതിരയുടെ തല വെട്ടിയെടുത്ത് മഹാവിഷ്ണുവിന്റെ കബന്ധത്തിൽ ചേർത്ത് വെച്ചു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ മഹാവിഷ്ണു എണീറ്റു. ചുറ്റുമുള്ള ചിതലുകൾ മഹാവിഷ്ണുവിനോട് മാപ്പ് പറഞ്ഞു. ഞങ്ങൾ ഉണർത്താൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. വില്ലിന്റെ അഗ്രം കഴുത്തിൽ കൊള്ളുമെന്നും ഞങ്ങൾ വിചാരിച്ചില്ല. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ ശിക്ഷിക്കരുതേ ഭഗവാനെ. വിഷ്ണു പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചത് നിങ്ങളുടെ കുറ്റമല്ല. കുതിരയുടെ തലയുമായി ജനിക്കണമെന്നുള്ളത് വളരെ മുമ്പ് തന്നെ തീരുമാനിക്കപ്പെട്ടതാണ്. നിങ്ങൾ ഒരു നിമിത്തമായി എന്ന് മാത്രം. അത്രേയുള്ളൂ. ചിതലുകൾക്ക് ആശ്വാസമായി. മഹാവിഷ്ണു പറഞ്ഞു, എന്റെ വില്ല് കരണ്ടതുപോലെ ഹയഗ്രീവന്റെ വില്ലും നിങ്ങൾ കരളണം. ചിതലുകൾ അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ കുതിരത്തലയുമായി മഹാവിഷ്ണു ഹയഗ്രീവനോട് ഏറ്റുമുട്ടി ഹയഗ്രീവനെ വധിച്ചു. അങ്ങനെ മഹാവിഷ്ണുവിനെ ഉണർത്താൻ മാത്രമല്ല ഹയഗ്രീവനെ വധിക്കാനും ചിതലുകൾ കാരണമായി. ഇതാണ് കഥ. നമസ്കാരം.